ഞാൻ റൊണാൾഡിൻ്റെ കയ്യിൽ കൊടുത്തു വിടാം. ഓ ആ അങ്ങോട്ട് തേപ്പിക്കും. ആ എന്നിട്ട് നീ അത് അപ്പക്കുട്ട സാറിനെ കൊണ്ട് ഒപ്പിടിച്ചിട്ടേ തിരിച്ച് അവൻ്റെ തന്നെ കൊടുത്താലും മതി. അല്ലാണ്ട് വർഷോപ്പിൽ കൊടുത്താൽ മതി. റൊണാൾഡേ ഡാ. റൊണാൾഡൊന്നും ഇല്ല. റൊണാൾഡൊക്കെ പോയി. അതിന് വർഷോപ്പ് തുറന്നിട്ടില്ലല്ലോ, പോയി എന്ന് പറയാൻ. വർഷോപ്പിലല്ല, അവൻ കെട്ടും കിടക്കൊക്കെ എടുത്ത് വീട്ടിൽ പോയി. വീട്ടിൽ പോയാ? വീട്ടിൽ പോയാൽ എന്തായാലും ഇപ്പം അത്ര അത്യാവശ്യം അവന്? ഇവിടെ നടന്നത് വല്ലതും അറിഞ്ഞോ? ഭൂകമ്പമായിരുന്നു, ഭൂകമ്പം. ഈ ചെറുക്കൻ ഇത്രയും നാളായിട്ട് ഒരു പണത്തൂക്കം വെളിവ് വന്നിട്ടില്ല ഇവന്. നീ കാര്യം പറ, എന്താ സംഭവിച്ചത്? ഇന്നുണ്ടല്ലോ അമ്മാവന്റെ കസേര കയറിയിരുന്നവൻ. അമ്മാവന്റെ കസേര? ആ ഇവിടെ അങ്ങനെ ഒരു കസേര ഉണ്ടോ? അതേത് അമ്മാവന്റെ കസേര? അതേത് കസേര? ഇവിടെ ചാരു കസേരേ. അത് അമ്മാവന്റെ കസേരല്ലേ? അതിനെന്ത് പേരെഴുതി വെച്ചിട്ടുണ്ട്? അമ്മാവന്റെ കസേര അതറിയില്ല. അപ്പോ അതിനകത്ത് കേറി ഇരുന്നേക്കണ്. അത് കയറി ഇരുന്നോണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്നാ? ക്ലീറ്റ് എന്താ ക്ലീറ്റ് ഒന്നും അറിയാത്ത പോലെ പറയണേ. നീ കാര്യം പറ. അതിലിരുന്നപ്പോ എന്ത് അവൻ അതിനകത്ത് ഇരുന്നോണ്ടല്ലോ വല്ല അതിനകത്ത് വല്ല തിന്നുക കിടക്കുക പുടുക്കുക പെടുക്കുക വല്ലതും ചെയ്തു? അതിലിരുന്നോണ്ട് അതിനകത്ത് വന്നിരുന്നു. അമ്മാവിന് ഇഷ്ടപ്പെട്ടില്ല, അത്ര ഉള്ള കാര്യം. ഒരു കസേരയിൽ ഒരാളിരുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ എവിടത്തെ ന്യായമാണ്? അതെങ്ങനെ ശരിയാകും? അമ്മാവിന്റെ കസേരയിൽ അവൻ ഇരിക്കേണ്ട കസേരയാണോ അത്? അതൊക്കെ തലയ്ക്ക് വല്ല കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് എന്തേ ക്ലീറ്റ് ഇത്ര നാളും ഇരിക്കാത്ത എന്തേ കസേരയില്? ആ കസേരയിൽ ഇന്നുവരെ ഞാനതിൽ ഇരിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ലേ. എനിക്ക് അതിൽ ഇരുന്നാൽ ഏതം കിട്ടൂല. ഒന്നേ അതിൽ നിന്ന് ഇരുന്നിട്ട് എണീക്കണ ഒരാളുടെ സഹായം വേണം. എന്നാലേ ഞങ്ങളുടെ തറവാട്ടിൽ അങ്ങനെയല്ല. അത് പണ്ട് അച്ഛൻ ഇരുന്ന കസേരയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് അമ്മാവൻ ഇരിക്കുന്നു. അമ്മാവന് ഇപ്പം കനകനും ഇരിക്കും. കനകനും ഇവിടുത്തെ കാരണവരാ. അല്ലാതെ അതിനകത്ത് വേറെ ആർക്കും വരുന്നവർക്കും പോണവർക്കും അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു കസേര അല്ല. ഇതുപോലത്തെ ഒരു കച്ചേര ഞങ്ങളെ തറവാട്ടിലും ഉണ്ട്. അവിടെ ഞാൻ ഇരിക്കും, പപ്പയുള്ള പപ്പ ഇരിക്കും, അല്ലെങ്കിൽ പിന്നെ കൊച്ച പപ്പ ഇരിക്കും, പിന്നെ റൊണാൾഡോ ഇരിക്കും, അപ്പുറത്തുള്ള ഇരിക്കും, ഇപ്പുറത്തുള്ള ഇരിക്കും, മണിയ ഇരിക്കും, ശങ്കർ ഇരിക്കും, എല്ലാവരും ഇരിക്കും. അങ്ങനെ എല്ലാവർക്കും. അത് നിങ്ങളുടെ പെരട്ട തറവാട്. ഞങ്ങളുടെ തറവാട് അങ്ങനെയല്ല. തറവാട് ഒന്നും പറയല്ലേ. ഒന്ന് ആഞ്ഞു തുമ്മിയ തലയിൽ കൂടെ വീണ തറവാടാണ്. ഏത് നിമിഷം വീട് തറവാട് ഏത് നൂറ്റാണ്ടിലാണ് നീയൊക്കെ ജീവിക്കുന്നത്? ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഒരു മനുഷ്യന് ബഹുമാനം ഉണ്ടാവണത് തെറ്റാണോ? അല്ലെങ്കിൽ ഞാൻ കാര്യം ചോദിച്ചിട്ട് ഇനി ഇവിടെ അമ്മാവന് മാത്രം ഉപയോഗിക്കാനുള്ള കക്കൂസ് വല്ലതും ഉണ്ടോ? നീ എങ്ങാനും അതിൽ പോയിരുന്നാ നീ അതൊരു വലിയ കുറ്റമാവുമെന്നോ? ഒരുത്തിനൊരു തെറ്റ് ചെയ്തിട്ട് നിന്നങ്ങ് ഒരു കസേര കയറിക്കണം. എങ്ങനെ തെറ്റാണ്? അങ്ങനെയാണെങ്കിൽ അവൻ കുടിച്ചിട്ട് വന്നിരുന്നതോ? കുടിച്ച് ശരി, അതവനെ ഇവിടെ ഇരുന്നു. കുടിച്ചു എടുത്താൽ നിൽക്കാൻ വയ്യാത്തോണ്ട് അതിൽ കയറി ഇരുന്ന അത് തെറ്റാണ്. എന്നിട്ടേ ചോദിച്ച അമ്മാവനോട് അവൻ വേണ്ട വർത്താനം പറഞ്ഞേക്കുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം അമ്മാവ, എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞിട്ട് മാറിക്കൊടുക്കും. എല്ലാം കൂടെ കാര്യമായിട്ട് അവൻ അതും ഇതും പറഞ്ഞ് അവൻ മനസ്സുവശം ഇറങ്ങി പോയി. അത് അങ്ങനെ പറഞ്ഞാൽ മതി. എനിക്കറിയാൻ പാടില്ല. നിനക്കറിയാൻ പാടില്ല. നീ ഇല്ലായിരുന്നു അവിടെ. ഞാനെങ്ങനെ ഉണ്ടാവാനാ? ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ വെച്ചേക്കും. ഞാൻ ഇച്ചിരി പുളി മേടിക്കാൻ വേണ്ടിട്ട് സുചേച്ചിയുടെ അടുത്തോട്ട് പോയതാ. നീ കൂടെ ഉണ്ടായിരുന്നു, നീ കൂടെ അവനെ കൊന്നേനെ. കൊന്നേനെ ഞാൻ. കഷ്ടം തന്നെ. അമ്മാവിന്റെ കസേര കയറിയിരിക്കണേ. അമ്മാവന്റെ കസേര പൊട്ടക്കിടക്ക് കേട്ട് കിടങ്ങണ തവളകളും.